ശരി, നമുക്ക് ഉപവാസത്തെക്കുറിച്ചൊന്ന് നോക്കാം. ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ ബന്ധിപ്പിക്കുന്ന ഒരു പുരാതന രീതി. ഉപവാസം ഒരു ഡയറ്റ് മാത്രമാണോ? പലരും അങ്ങനെയാണ് കരുതുന്നത്. പക്ഷേ ചിലപ്പോ അതിനും അപ്പുറം എന്തെങ്കിലും ഉണ്ടായാലോ? അല്ല, ഇതൊരു പുതിയ ട്രെൻഡൊന്നുമല്ല. തലമുറകളായിട്ട് ഇതൊന്നു വിവേകപൂർണമായ അനുഷ്ഠാനമായാണ് കണ്ടിരുന്നത്. അപ്പോ ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്തായിരുന്നു? അച്ചടക്കം കണ്ടെത്തുക, പിന്നെ ആത്മീയ ശുദ്ധീകരണം നേടുക. അപ്പോ ഭക്ഷണം ഒഴിവാക്കുന്നത് എങ്ങനെയാ ആത്മാവിന് ഗുണം ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് ആഗ്രഹങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ്. അപ്പൊ തന്നെ നമ്മൾ പലതും പഠിച്ചു തുടങ്ങും. ഈയൊരു പ്രവൃത്തിയിലൂടെ നമുക്ക് യഥാർത്ഥ അച്ചടക്കം എന്താണെന്ന് മനസ്സിലാകും. അവസാനം ഇതെല്ലാം നമ്മളെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു: ആത്മാവിനെ ഉയർത്തുക. അപ്പോ അത് ആത്മാവിന്റെ കാര്യം. പക്ഷെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഗുണങ്ങളോ? സിമ്പിളാണ്. ഉപവാസം നമ്മുടെ ശരീരത്തിന് ഒന്ന് റെസ്റ്റ് എടുക്കാനും ഹീൽ ചെയ്യാനും അവസരം കൊടുക്കും. അത് മാത്രമല്ല, ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായ മിതത്വവും നമ്മളിതിലൂടെ പഠിക്കും. ഇനിയാണ് ഏറ്റവും രസകരമായ ഭാഗം. നമ്മുടെ ശരീരവും മനസ്സും തമ്മിൽ എങ്ങനെയാ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം. അതായത്, നമ്മുടെ ആത്മീയമായ ഉണർവ് ശാരീരികാരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയമായ യാത്രയും കൂടുതൽ എളുപ്പമാകും. അപ്പൊ പോയിന്റ് ഇതാണ്: ഒരൊറ്റ അനുഷ്ഠാനം കൊണ്ട് രണ്ടിനും ഒരുപോലെ ഗുണം കിട്ടുന്നു. ആത്മാവ് ഉയരങ്ങളിലേക്ക് പോകുന്നു, ശരീരം കൂടുതൽ ശക്തമാവുന്നു, രണ്ടും ഒരുമിച്ച്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, എന്താണ് ഈ പോഷണം എന്ന് പറയുന്നത്? ഈ അനുഷ്ഠാനം നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കും, നമുക്ക് വേണ്ടത് വെറും ഭൗതികമായ കാര്യങ്ങളല്ല. യഥാർത്ഥ പോഷണം ചിലപ്പോൾ ദൈവവുമായുള്ള ആ ഒരു അടുപ്പത്തിൽ നിന്നായിരിക്കാം വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കായി ഒരു ചോദ്യം ബാക്കി വയ്ക്കുന്നു. നിങ്ങളുടെ യഥാർത്ഥ പോഷണം നിങ്ങൾ എവിടെയാണ് കണ്ടെത്തുന്നത്? يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون